മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ഇരകളായ 6 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഉടമകളുടെയും ജീവനക്കാരുടെയും സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള. ഈ സ്വപ്ന ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം വയനാട് മുട്ടിലിൽ നടന്നു. മന്ത്രി VN വാസവനാണ് 6 കുടുംബങ്ങൾക്കും താക്കോൽ കൈമാറിയത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും ഏന്തുന്ന, ഗ്രീസും ഓയിലും പറ്റിയ അധ്വാനത്തിന്റെ കരുത്തുറ്റ കൈകൾ, ആ കൈകൾ ഒത്തുചേർന്നപ്പോൾ യാഥാർത്ഥ്യമായത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ 6 കുടുംബങ്ങൾക്കുള്ള തണലാണ്. തീർത്തും മാതൃകാപരമായ പ്രവർത്തനം. 35 സെന്റ് ഭൂമിയിൽ 6 വീടുകൾ, 5 സെന്റ് വീതം സ്ഥലത്താണ് 850 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള വീടുകൾ നിർമ്മിച്ചു നൽകിയത്. പൊതുകിണറുണ്ട്, വഴിയുണ്ട്, വൈദ്യുതീകരണമടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 മുറികളും അടുക്കളയും സ്വീകരണ മുറിയും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ 1 നില കൂടി കെട്ടാനുള്ള രീതിയിലാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. മന്ത്രി VN വാസവൻ വീടുകൾ സന്ദർശിച്ചു. മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് വർക്ക്ഷോപ്പ് അസോസിയേഷൻകാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. മനോഹരമായ വീട് ഞാനിപ്പോൾ കയറി നോക്കി. 900 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. 2 ബെഡ്റൂമുണ്ട്. ആ ബെഡ്റൂം തന്നെ ബാത്ത് അറ്റാച്ച്ഡാണ്. ഭാവിയിൽ അവർക്ക് വേണ്ടി അപ്സ്റ്റെയർ പണിയാൻ സൗകര്യത്തിലേക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. 6 സ്വപ്ന ഭവനങ്ങളുടെയും താക്കോൽ കൈമാറ്റം മുട്ടിലിൽ വെച്ചാണ് നടന്നത്. ദിവസത്തിനകം വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു സംഘടനയുടെ പ്രഖ്യാപനം. അത് പാലിക്കാനായതിന്റെ തെളിവ് കൂടിയായി താക്കോൽ കൈമാറ്റ ചടങ്ങിലെ പങ്കാളിത്തം. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ ചടങ്ങിന്റെ ഭാഗമായി. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.